നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടവും അതുപോലെ തന്നെ ലാലിഗ കിരീടവും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയയാണ് അവരുടെ എതിരാളികൾ. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇത്രയും മികച്ച പ്രകടനം റയൽ മാഡ്രിഡ് ഈ സീസണിൽ ഇപ്പോൾ നടത്തുന്നത്. ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ 51 മത്സരങ്ങളാണ് റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത്. അതിൽ 41 മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്. 8 സമനിലകളാണ് വഴങ്ങിയിട്ടുള്ളത്. കേവലം 2 തോൽവികൾ മാത്രമാണ് ഈ സീസണിൽ റയൽ മാഡ്രിഡ് വഴങ്ങിയിട്ടുള്ളത്. ആകെ 120 ഗോളുകൾ നേടിയപ്പോൾ 45 ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. 23 ക്ലീൻ ഷീറ്റുകൾ നേടിയതിൽ 20 ക്ലീൻ ഷീറ്റുകളും ലാലിഗയിലായിരുന്നു. ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ഇത്രയധികം ക്ലീൻ ഷീറ്റുകൾ ഒരു ലീഗ് സീസണിൽ റയൽ മാഡ്രിഡ് സ്വന്തമാക്കുന്നത്. മാത്രമല്ല 37 ഇഞ്ചുറികൾ ഈ സീസണിൽ ആകെ ക്ലബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇത്രയും മികച്ച ഒരു പ്രകടനം റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ ആയിക്കൊണ്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. റയൽ മാഡ്രിഡ് പഞ്ചറാകുന്നതിന് വേണ്ടി പലരും കാത്തിരുന്നുവെന്നും എന്നാൽ അത് നടന്നില്ല എന്നും ആഞ്ചലോട്ടി ഈ ഒരു വേളയിൽ പറഞ്ഞിട്ടുണ്ട്. റയൽ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു സംശയവും വേണ്ട, ഇതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലീഗ്. ഞങ്ങൾ മെറിറ്റോട് കൂടിയാണ് ഈ ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. പലരും ഞങ്ങൾ പഞ്ചറാകുന്നതിന് വേണ്ടി കാത്തിരുന്നു, എന്നാൽ ഒരു തവണ പോലും അത് സംഭവിച്ചില്ല. ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. ഇതാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 2 ലാലിഗ മത്സരങ്ങളാണ് റയൽ മാഡ്രിഡിന് ഈ ഒരു സീസണിൽ അവശേഷിക്കുന്നത്. വിയ്യാറയൽ, റയൽ ബെറ്റിസ് എന്നിവരാണ് റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ. ഈ 2 മത്സരങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞാൽ 99 പോയിന്റ് ലീഗിൽ കരസ്ഥമാക്കിക്കൊണ്ട് ഈ ഒരു ലീഗ് പൂർത്തിയാക്കാൻ റയലിന് കഴിയും. അതിനുശേഷമാണ് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അവർ ബൊറൂസിയയെ നേരിടുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.